ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ PLR. ഞാൻ നിങ്ങൾ സ്വന്തം മോക്കിൻ പെരുവല്ലൂർ. ഇന്ന് രണ്ട് വാഹനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. ഹുണ്ടായി എസ്റ്ററും അതുപോലെ തന്നെ മാരുതി സുസുക്കി എപ്പിക് സ്വിഫ്റ്റ്. അപ്പോൾ നമുക്ക് എസ്റ്ററിൽ നിന്ന് തുടങ്ങാം. 3 ടൈപ്പ് എഞ്ചിനാണ്. 1.2 മാനുവൽ, കാപ്പ മാനുവൽ, 1.2 കാപ്പ ഓട്ടോമാറ്റിക്, അതുപോലെ തന്നെ 1.2 കാപ്പ മാനുവൽ CNG, ബയോഫ്യൂൽ CNG. അപ്പോൾ ഇത് 5 വേരിയൻ്റിലായിട്ടാണ് വരുന്നത് വണ്ടി മോഡൽസ്. അതിൽ SXO കണക്ട് എന്ന് പറയുന്നതാണ് ഫുൾ ഓപ്ഷൻ. അതുപോലെ EXO അതാണ് ബേസ് മോഡൽ. അപ്പോൾ നമ്മുടെ ബേസ് മോഡലിൽ തൊട്ട് തന്നെ എയർ ബാഗ് വരുന്നുണ്ട്, 6 എയർ ബാഗ് വരുന്നുണ്ട്. അത് ഈ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ പോലെ തന്നെ ബേസ് മോഡൽ തൊട്ടിട്ട് 6 എയർ ബാഗ് വരുന്ന മോഡലാണ്. പക്ഷേ ഇതിൻ്റെ ഫുൾ ഓപ്ഷനിൽ SXOയിൽ വരുന്ന ഒരു വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഷ് ക്യാം വിത്ത് ഡ്യുവൽ ക്യാമറയാണ്. അപ്പോൾ അത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് വേരിയൻ്റ് തൊട്ടിട്ട് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം അത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബേസ് മോഡൽ തൊട്ട് എക്സറിൻ്റെ ബേസ് മോഡൽ തൊട്ടിട്ട് തന്നെ ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ABS ഉണ്ട്. അത് വേറെ ഒരു പ്രത്യേകതയാണ്. സേഫ്റ്റി ഫീച്ചേഴ്സാണ് അതൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, അത് നമുക്ക് നമ്മുടെ ബേസ് മോഡൽ തൊട്ടിട്ട് തന്നെ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റൻറ്റ്, അതുപോലെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ESC, അതും നമ്മുടെ ബേസ് മോഡൽ തൊട്ടിട്ട് എല്ലാ വണ്ടികളിലും ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ എക്സ്റ്റീരിയറിലേക്ക് പോകുമ്പോൾ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് തേർഡ് വേരിയൻ്റ് തൊട്ടിട്ടുള്ളൂ. അതുപോലെ LED ടെയിൽ ലാമ്പ് അത് ബേസ് മോഡൽ തൊട്ടിട്ട് എല്ലായാലും LED ടെയിൽ ലാമ്പൊക്കെയുള്ള വാഹനമാണ്. എനിക്ക് ഹുണ്ടായി എക്സറിൽ ഇഷ്ടപ്പെട്ടത് അതിലെ കംഫർട്ട് ആൻഡ് കൺവീനിയൻസിൽ വരുന്ന സ്മാർട്ട് ഇലക്ട്രിക് സൺറൂഫ്. അത് തേർഡ് വേരിയൻ്റ് തൊട്ടിട്ട് സ്മാർട്ട് ഇലക്ട്രിക് സൺറൂഫും ഉണ്ട്. ഈ സ്മാർട്ട് ഇലക്ട്രിക് സൺറൂഫിന് വേറെ പ്രത്യേകത ഉണ്ട്. വോയിസ് അസിസ്റ്റഡ് ആണ്. നമ്മൾ വെറുതെ പറഞ്ഞാൽ മതി, തുറക്കൂ സൺറൂഫ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തുറക്കും, അതാണ്. പിന്നെ പാഡൽ ഷിഫ്റ്റ് നമുക്ക് ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ നമ്മുടെ ബേസ് മാരുതിയിലും വരുന്നുണ്ട്. അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നത് നമ്മുടെ ഫുൾ ഓപ്ഷനും അതിൻ്റെ താഴെയുള്ള വേരിയൻറ്റിലുമാണ്. അതുപോലെ തന്നെ വയർലെസ് ഫോൺ ചാർജറും ക്രൂയിസ് കൺട്രോളും വരുന്നത് ഫുൾ ഓപ്ഷനും അതിൻ്റെ താഴെയുള്ള മോഡലുകളും മാത്രമേ ഉള്ളൂ. അതുപോലെ മോട്ടോർ ഡ്രിവൺ പവർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും പവർ സ്റ്റിയറിംഗ് നമ്മുടെ മോട്ടോർ സപ്പോർട്ടഡ് ആണ്. അത് ബേസ് മോഡലിൽ വിട്ടിട്ട് തന്നെ വരും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്വിഫ്റ്റിനെ കുറിച്ച് പറയാം. എപ്പിക് സ്വിഫ്റ്റ്, മാരുതി സുസുക്കി എപ്പിക് സ്വിഫ്റ്റ്, അത് 5 വേരിയൻറ്റിലാണ് വരുന്നത്. അതായത് LXI, VXI ഓപ്ഷൻ, ZXI പ്ലസ്. പക്ഷേ LXIയും VXI ഓപ്ഷനിലും വരുന്ന 14 ഇഞ്ച് വീലാണ്. കമ്പാരിസണിൽ നമുക്കിതിൻ്റെ ഡ്രോബാക്സ് തുടങ്ങാം കമ്പാരിറ്റീവ്ലി. അപ്പോൾ ഡ്രോബാക്സിൽ 14 ഇഞ്ച് വീലാണ് വരുന്നത്, 15 ഇഞ്ച് വീല് വരുന്നില്ല. പിന്നെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് LXI, VXI ഓപ്ഷനിൽ ഹാലോജന വരുന്നത്. പക്ഷേ ZXIയിലും ZXI പ്ലസിലും മാത്രമേ LED വരുന്നുള്ളൂ. അവിടെ ഒരു ഡ്രോബാക്കായി. പിന്നെ നമുക്ക് വരുന്നത് റിയർ LED കോമ്പിനേഷൻ ലാമ്പ്, അത് ബേസ് മോഡൽ ഇട്ടിട്ടുണ്ട്. അത് 2 വണ്ടിക്കും സെയിം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്സറിനെ കമ്പാരിറ്റീവ്ലി എക്സറിൽ സ്റ്റീൽ വീല് ബേസ് മോഡലും സെക്കൻഡ് മോഡലും ഉണ്ട്. ഇവിടെ തേർഡ് മോഡലിലും കൂടി VXI ഓപ്ഷനിലും സ്റ്റീൽ വീൽ തന്നെയാണ്. പിന്നെയാണ് 4ാമത്തെ ഓപ്ഷനിൽ പെയിൻറ്റഡ് അലോയ് ആയി. പ്രിസിഷൻ കട്ട് വരുന്നത് ഫുൾ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. അവിടെ നേരെ തിരിച്ചാണ്. അപ്പോൾ അതും മാറി. പിന്നെ നമുക്ക് വേറെ വെച്ച് കഴിഞ്ഞാൽ വേറൊരു സെയിം കമ്പാരിറ്റീവ്ലി നമുക്ക് പറയാവുന്നത് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയർ AC വെൻ്റ്, അത് അവിടെയും ഇവിടെയും സെയിം തന്നെയാണ്. ABS രണ്ടിടത്തും സെയിം ആണ്. രണ്ടിടത്തും എസ്റ്റർ ആയാലും നമ്മുടെ സ്വിഫ്റ്റ് ആയാലും ബേസ് മോഡൽ തൊട്ടിട്ട് ABS ഉണ്ട്. പിന്നെ വേറെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കംഫർട്ട് ആൻഡ് കൺവീനിയൻസിൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ നമ്മുടെ ഫുൾ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ വയർലെസ് ചാർജർ ZXIയിലും ZXI പ്ലസിലും ഉണ്ട്. 2 മോഡലും മാത്രമേ ഉള്ളൂ. എൻജിൻ പുഷ് ടു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വിത്ത് സ്മാർട്ട് കീ വരുന്നത് നമുക്ക് VXI ഓപ്ഷൻ മുതലേ ഉള്ളൂ. അതായത് തേർഡ് ഓപ്ഷൻ മുതലേ നമുക്ക് ഉള്ളൂ. റിയർ വൈപ്പർ ആൻഡ് വാഷർ നമുക്ക് സെക്കൻഡ് ZXIയും ZXI പ്ലസും, അങ്ങനെ ഫുൾ ഓപ്ഷൻ മോഡൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് റിയർ AC വെൻ്റ് അതായത് ZXIയും ZXI പ്ലസിലും മാത്രമേ ഉള്ളൂ. കീലെസ് എൻട്രി, സെൻട്രൽ ലോക്ക്, അത് നമ്മൾ ബേസ് മോഡൽ തൊട്ട് തുടങ്ങിയിട്ട് സെയിം അവരെ പോലെ തന്നെ. അപ്പോൾ അതുപോലെ തന്നെ പവർ വിൻഡോ, ഫ്രണ്ട് ആൻഡ് റിയർ പവർ വിൻഡോ നമ്മൾ ബേസ് മോഡൽ തന്നെ ഫ്രണ്ട് ആൻഡ് റിയർ പവർ വിൻഡോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് സീറ്റ് ഹെഡ് റെസ്റ്റ്, അത് നമ്മുടെ ബേസ് മോഡൽ തൊട്ടിട്ട് തന്നെ നമുക്ക് ഹെഡ് റെസ്റ്റ്
ഫ്രണ്ട് സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മൾ ഹുണ്ടായി എസ്റ്ററും മാരുതി സുസുക്കി എപ്പിക് സ്വിഫ്റ്റും കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് എപ്പിക് സ്വിഫ്റ്റിനേക്കാളും എപ്പോഴും മുന്നിൽ മികച്ചു നിൽക്കുന്നത് എക്സ്റ്റർ തന്നെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന് വിശ്വസിച്ചു നിർത്തുന്നു. മോക്കിൻ പെരുവല്ലൂർ.